നമസ്കാരം. ഒരു സന്തോഷ വാർത്ത. മുസ്ലിം പെൺകുട്ടികളുടെ വനിതാ ലീഗ് മുസ്ലിം പെൺകുട്ടികളുടെ ഷീ ഗാർഡ് ഡെഡിക്കേഷൻ ചരിത്രപ്രസിദ്ധമായിട്ട് നടന്നിരിക്കുകയാണ് മലപ്പുറത്ത്. മുസ്ലിം പെൺകുട്ടികളുടെ പെൺപടയൊരുക്കമാണ് നടന്നിട്ടുള്ളത്. ഇത് ഈ ഷീ ഗാർഡ് ടീം ഡെഡിക്കേഷൻ അത് മറ്റു പലരുടെയും, പ്രധാനമായിട്ട് സംഘി കൃസംഗി കാസ, അവരുടെ മുഖം ചുളുക്കിക്കളഞ്ഞു. അവരെ പറഞ്ഞു നടക്കുന്നത് എന്താണ്? മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്. ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മറുപടി വേറെ എന്താ ഉള്ളത്? ഈ പെൺപട, മുസ്ലിം പെൺകുട്ടികളുടെ പെൺപട, ലീഗിൻ്റെ പെൺപട, ഷീ ഗാർഡ് ടീം ഡെഡിക്കേഷൻ, അതിന് വിശുദ്ധമായിട്ടുള്ള പെരുമയുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീ സുരക്ഷ, അത് ഉറപ്പിക്കുക. എവിടെയെങ്കിലും അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ടെങ്കിൽ ഇടപെടുക. സ്ത്രീ സുരക്ഷ സംബന്ധമായിട്ടുള്ള സാമൂഹ്യ അവബോധം അത് സൃഷ്ടിക്കുക. സ്ത്രീ സുരക്ഷ സംബന്ധമായിട്ടുള്ള സാമൂഹ്യ അവബോധം പ്രോത്സാഹിപ്പിക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. മുസ്ലിം ലീഗ് വനിതാ വിഭാഗത്തിൻ്റെതാണ് ഈ പെൺപട. അത് സെപ്പറേറ്റ് ആയിട്ട് ഷീ ഗാർഡ് ടീം എന്ന രീതിയിൽ ആണ് ഒത്തുചേർന്നിട്ടുള്ളത്. പേരാമ്പ്ര സോൺ സംഘടിപ്പിച്ച ഷീ ഗാർഡ് ടീം ഡെഡിക്കേഷൻ ചടങ്ങ് ഒക്ടോബർ 19 ഞായറാഴ്ച വൻ വിജയമായിട്ട് ഒരുപാട് പേര് പങ്കെടുത്തുകൊണ്ട് അവിടെ നടന്നു. അതിൽ IUML വനിതാ വിഭാഗം ദേശീയ പ്രസിഡന്റ് ജനബ ഫാത്തിമ മുസാഫർ MC ഉദ്ഘാടന പ്രസംഗം നടത്തി. അവർ പറഞ്ഞ കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പൈതൃകത്തിലെ ഒരു ചരിത്ര നിമിഷമാണത്. എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകുക, വെള്ളപ്പൊക്കം ഉണ്ടാകുക. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടം. പണ്ട് നമ്മൾ 105, 106 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്, വലിയ വെള്ളപ്പൊക്കം. അതിനുശേഷം 2018 ഇപ്പോൾ ഇടവിട്ട് പലയിടത്തും വെള്ളപ്പൊക്കം, എല്ലാ മൺസൂൺ കാലഘട്ടങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളാൽ കഴിയുന്നത്, അതിനിപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ തങ്ങളാൽ കഴിയുന്നത്, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത്, അത്തരം ദുരിതങ്ങൾ വരുന്ന സമയത്ത്, തീപിടുത്തം വരുന്ന സമയത്ത്, മണ്ണിടിച്ചൽ വരുന്ന സമയത്ത്, വാതക ചോർച്ച എന്നിത്യാദി കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഉള്ള ഇടപെടൽ ആവശ്യം വരുന്ന സമയത്ത് അവിടെ ഫലപ്രദമായിട്ട് ഇടപെടാൻ അതിന് സജ്ജമായിട്ടുള്ളൊരു പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു വനിതാ യൂണിറ്റാണ് ഷീ ഗാർഡ്. അതിനാണ് ഈ പെൺപടയെ ഒരുക്കിയിട്ടുള്ളത്. അവർക്ക് വേണ്ടുന്ന പരിശീലനം അവർ കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീകൾ കേരളത്തിന് മാത്രമല്ല മുഴുവൻ രാജ്യത്തിനും സമർപ്പിതരാണ്. മുസ്ലിം ലീഗിനെ വളർത്താനോ ഇസ്ലാമിനെ വളർത്താനോ അതിന് മാത്രമായിട്ടല്ല അവർ നിലകൊള്ളുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നു. ഉദ്ദേശ ലക്ഷ്യങ്ങൾ പെരുമയാർന്നതാണ്, മഹിമയാർന്നതാണ്. ഏതായാലും വനിതാ ലീഗിന് കുറച്ചുകൂടി വലിപ്പത്തോടുകൂടി പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇതൊരു അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. അവർക്കിതൊരു നാഴികക്കല്ലാണ്, അവരുടെ മുന്നേറ്റത്തിനിടയിലുള്ള ഒരു നാഴികക്കല്ലാണ്. പരിപാടിയിൽ PMA സലാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്.
അധ്യക്ഷത വഹിച്ചത്. IUML വനിതാ വിഭാഗത്തിൻ്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുക്കുൽസു എന്നല്ലേ മുഖ്യ പ്രഭാഷണം നടത്തി. IUMLൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കളും 1000-ലധികം പുരുഷന്മാരും സ്ത്രീകളും പങ്കെടുത്ത് മഹത്തായ പരിപാടിയിൽ അവരുടെ സാന്നിധ്യം, എല്ലാവരുടെയും സാന്നിധ്യം അവർ അടയാളപ്പെടുത്തി. തീപിടുത്തം, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, വാതക ചോർച്ച അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അതിലിടപെടാനും തങ്ങളാൽ കഴിയുന്നത് മനസാവജസാകർമ്മണ നാടിന് വേണ്ടി സമർപ്പിക്കാനും ആ വ്യയം സമർപ്പിക്കാനും വേണ്ടിയിട്ടാണ് 216 സ്ത്രീകളെയാണ് പേരാമ്പ്രയിൽ ഷീഗാർഡ് സേനയിൽ അംഗങ്ങളായിട്ട് അവരോധിച്ചിട്ടുള്ളത്, ഔദ്യോഗികമായിട്ട് അവരോധിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് അഭിമാനകരമായിട്ടുള്ള നാഴികക്കല്ലാണ്. ഇവിടെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയണം. ഹിന്ദു പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല. അത് ഏറ്റവും രസം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന, മാന്യസ്ഥാനം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നിരിക്കില്ല. ജാഹിലിയ കാലഘട്ടമുണ്ട്, 1500 വർഷങ്ങൾക്ക് മുമ്പ്. നബി തിരുമേനിയുടെ അതിന് മുമ്പുള്ള കാലഘട്ടം, നബി തിരുമേനിയുടെ കാലഘട്ടവും. അതൊക്കെ പെൺകുട്ടികൾക്ക് വിലയും നിലയില്ല. പെൺകുട്ടിയാണ് പിറന്നു വീഴുന്നതെങ്കിൽ അവർ കുഴിച്ചു മൂടിയിരുന്നു എന്ന് പോലും പറയുന്നുണ്ട്. പക്ഷേ നബി തിരുമേനിയുടെ അവതാരം, ആ അവതാര പുരുഷന്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ പൊന്നുപോലെ, നമുക്കെല്ലാവർക്കും അറിയാം ഫാത്തിമയുടെ കാര്യമൊക്കെ, അന്ന് മുതൽ മുസ്ലിങ്ങളിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന മാന്യത അത് ഒരു സമൂഹത്തിലും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മുസ്ലിം രാജ്യങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ പരിചയമുള്ളത് ഗൾഫ് കൺട്രീസാണ്. അവിടെ പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ, ഉദാഹരണം പറയാം, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പുരുഷന്മാർ ക്യൂ നിൽക്കും. ആ ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോൾ ദുബായ് ഷെയ്ഖ് വരും, ദുബായ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ദുബായ് പ്രധാനമന്ത്രി വന്നാലും ആ ക്യൂവിൽ അവർ നിൽക്കും. അയ്യോ എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ സാധനം കൊടുത്താലും അവർ പറയും. അവർക്ക് വരേണ്ട ആവശ്യമില്ല. പക്ഷേ രാജകുടുംബാംഗങ്ങൾ പലരും വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. റോയൽ ഫാമിലിയിൽപ്പെട്ട ആളുകൾ അവർ പുറയിലാണ് നിൽക്കുക. പക്ഷേ അവരാര് പുറയിൽ നാളെ ഇനി അവതാര പുരുഷനായിരിക്കുന്ന നബി തിരുമേനി നേരിട്ട് വന്നാലും ക്യൂവിൽ നിൽക്കും. മുമ്പിൽ വന്നു എന്നുള്ള പറഞ്ഞാൽ എന്തിനാ എന്ന് ചോദിക്കും. പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐഷ ബീവി വന്നു കഴിഞ്ഞാൽ തല നിവർത്തി നേരെ മുന്നിൽ വന്ന് നിൽക്കും. അത് അവരുടെ അവകാശമാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളവിടുത്തെ ലുലു സൂപ്പർ മാർക്കറ്റിലേക്കും സാധാരണ പോകുമ്പോൾ കാണാം. അവിടെ സ്ത്രീകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഇത് ഞങ്ങളുടെ ഷോപ്പാണെന്നുള്ള ധാരണയിലാണ് പെരുമാറുക. പുരുഷന്മാരങ്ങനെയല്ല. അവർ കുറച്ചൊരു അവധാനതയോടുകൂടി ഒരു സാധനം എടുക്കുമ്പോഴെല്ലാം ഒരു അവധാനതയുണ്ട്. സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ ഷോപ്പാണ്. അതുപോലെ വാഹനം ഓടിക്കുന്ന സമയത്തും റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തും ആ സീബ്ര ലൈനിൽ ഏതൊരു സ്ത്രീ കാല് കൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തും ആ ഭാഗത്തുള്ള വാഹനങ്ങളെ മുഴുവൻ
വാഹനങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. അതേ സ്ത്രീ അവിടെ കാല് വെച്ചിട്ടുണ്ട്, തന്നെത്താൻ ബ്രേക്ക് ഇട്ടു. അങ്ങനെ തന്നെത്താൻ, നമ്മളുടെ ഇയാളുടെ എന്തായാലും പറയും, ഇലോൺ മസ്കിൻ്റെ വണ്ടി പോലെയാണ്, തന്നെത്താൻ ബ്രേക്ക് ഇടും, അറിയാതെ കാലവിടെ എത്തും. ഏത് രാവും പോലും അവർ കയറുന്ന നടക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞ് പരത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മുസ്ലിങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. ശരി, മുസ്ലിങ്ങളിൽ സ്വാതന്ത്ര്യമല്ല, നിങ്ങൾക്കെന്ത് പോയി എന്നൊരു ചോദ്യമുണ്ട്. ഫസ്റ്റ് ചോദ്യം അതാ, നിങ്ങൾക്കെന്ത് പോയി? ഇവിടെയുള്ള ഇതര സമുദായത്തിലുള്ള സ്ത്രീകൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യം അത് ഏത് രീതിയിൽ വിനിയോഗിക്കും നമുക്കറിയാം. കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന, പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്ന, ഇത് നമ്മൾ കൊന്നു കുഴിച്ചു മൂടുന്ന, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നുണ്ടല്ലോ. കുട്ടികളുമായിട്ട് 2-3 കുട്ടികളായിട്ട് കെട്ടിയെടുത്ത് ചാടുക, സമുദ്രത്തിലെടുത്ത് ചാടുക. അത് ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 100-ൽ 101 പേരും ഹിന്ദു സമുദായത്തിലും ക്രിസംഗി സമുദായത്തിലും പെട്ടതാണ്, മുസ്ലിം സമുദായത്തിൽ പെട്ടതല്ല. കാരണം അവിടെ സുരക്ഷയുണ്ട്. ഇനി എവിടെയും പോയി, ഇനി അവരുടെ ഭർത്താവ് തന്നെ അവരെന്തെങ്കിലും ഒന്ന് മൂക്കത്തിൽ കുത്തുകുത്തി അവിടെ അവർക്ക് പോയി പറയാൻ അവർക്ക് മഹലുണ്ട്, അവർക്ക് അവരുടെ ആളുകളുണ്ട്, അവർ വിളിപ്പിക്കും, എന്താണോ ഇതെന്ന് ചോദിപ്പിക്കാൻ. ഹിന്ദു സ്ത്രീകൾക്ക് എവിടെയാണ് ഉള്ളത്? കിണറിൻ്റെ ആഴങ്ങൾ, അതന്നെ അലി കെട്ടിത്തൂങ്ങുക, വേറെ മാർഗമില്ല. എന്നിട്ട് അവരാണ് പറയേണ്ട അടിസ്ഥാന അസൂയ, പൗരുഷന്യം, പോലെ കുശുമ്പ്, ഇതൊക്കെ മാത്രം. മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ കാര്യത്തിൽ നിലവിളിക്കേണ്ടത് ആരാ? മുസ്ലിം സ്ത്രീകളാണ്. അവർ നിലവിളിച്ചിട്ടുണ്ടോ? ഇവിടെ 10 മുതൽ 50 വയസ്സിലുള്ള പെൺകുട്ടികൾക്ക് ശബരിമലയിൽ പോകാൻ പാടില്ല. എന്താ കാരണം? അത് പറയാൻ അവർ തയ്യാറില്ല. എല്ലാത്തിനും ഒരു അടിസ്ഥാനം വേണമല്ലോ. പക്ഷെ പണ്ട് 5-6 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, രജസ്വലയായിട്ടുള്ള പിരീഡുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല എന്നതിൻ്റെ പേരിലാണ് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെ എന്നൊരു അളവ് പോലെയാണോ വെച്ചിട്ടുള്ളത്. അന്ന് സുപ്രീം കോടതി ചോദിച്ചു, 10 വയസ്സിന് മുമ്പ് ഒരു സ്ത്രീ അവർക്ക് മെൻസസ് ആരംഭിക്കില്ലേ, രജസ്വലയാവില്ലേ? 50 വയസ്സ് കഴിഞ്ഞാൽ ആ 50 വയസ്സ് കഴിഞ്ഞ ദിവസം ഠക്കെന്ന് പറഞ്ഞത് നിൽക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിട്ടില്ല. അപ്പം എന്തായി? ആ സാധനം കട്ട് ചെയ്തു. രജസ്വല പിരീഡ് അത് കട്ട് ചെയ്തു. ഇപ്പം എന്താ? 10 മുതൽ 50 വയസ്സ് വരെ, 10 മുതൽ 50 വയസ്സ് വരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതെന്തുട്ടമ്പലത്? ഇതെന്തുട്ട് ദൈവത്? ഇയാൾക്കില്ലേ തള്ള? ഇയാൾക്കല്ലേ പെങ്ങള്? അപ്പം ആരോ പറഞ്ഞു ഇല്ല എന്ന്. കാരണം ഇയാളുണ്ടായത് എങ്ങനെയാണെന്നറിയോ? പറയാൻ തന്നെ മോശ. 2 ആണുങ്ങൾ കൂടി കിടന്നിട്ട് ഉണ്ടാക്കിയത് അത്ര ഇയാളെ. കൈലാസം പിയോ ശിവൻ, വൈകുണ്ഠം പിയോ വിഷ്ണു, ഇവർ 2 പേരും രാത്രി സ്വർഗം നടത്തിയിട്ടുണ്ടായത് അത്രേ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പെണ്ണുങ്ങളെ കണ്ടുകൂടാത്തത്, കൺട്രോൾ പോകുന്നത് പെണ്ണുങ്ങളെ കണ്ടാൽ. എന്തോ ആകട്ടെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം പെൺകുട്ടികൾ ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. പള്ളുരുത്തി സംഭവം കൂടി വന്നപ്പോൾ കുറച്ച് കാലങ്ങളെ കൊണ്ട് പലതും ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അടഞ്ഞു പോകുമല്ലോ, എന്ത് കാര്യമാണെങ്കിലും. ആ ഒരു അളവ് ചെറിയ രൂപത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അളവ് പോലെ ഒന്നുകൂടി മുറുകി പള്ളുരുത്തി സംഭവത്തോട് കൂടിയിട്ട്. ഹിജാബ് വിരുദ്ധത, അത് സംഘി കാസക്കാർ, പള്ളിക്കാർ, പട്ടക്കാർ ഹിജാബിലിങ്ങനെ കരി പുരട്ടാനുള്ള അവരുടെ ശ്രമം, അതോടുകൂടിയിട്ട് പെൺകുട്ടികളെ ആ ഹിജാബ് വിരുദ്ധത അവരന്തരംഗം കൂടുതൽ ഊർജ്ജസ്വലമായി പോയി. അതുണ്ടായത്. തങ്ങളുടെ ഹിജാബ് ഒന്നുകൂടി മുറുക്കിക്കെട്ടാൻ, ഇങ്ങനെ വെറുതെ ഇട്ടിരുന്ന ഹിജാബ് ഒന്നുകൂടി നന്നായിട്ട് അങ്ങോട്ട് മുറുക്കിക്കെട്ടാൻ അത് പെൺകുട്ടികളെ പ്രേരിപ്പിക്കാനുണ്ടായത്. ഹിജാബിൻ്റെ പെരുമ, അതിലൂടെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്വായത്തമാകുന്ന മഹിമ,
ഇതൊക്കെ ആചാര്യന്മാരെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട് മദ്രസകളിൽ. അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ ഈ സംഘി കൃസംഘി കാസക്കാരിൽ നിന്ന് കിട്ടിയത്. ആ പെരുമയും ഹിജാബിൻ്റെ പെരുമയും മഹിമയും അവരുടെ അന്തരംഗത്തിൽ ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ള ജൽപ്പനങ്ങൾ ഇനി സംഘി കൃസംഘി കാസകൾക്ക് തൊണ്ടയിൽ നിന്ന് വിട്ട് അവർക്ക് ഇനി പുറത്തേക്ക് വരില്ല. കൂട്ടത്തിൽ ഓർമ്മിക്കാനൊരു കാര്യമുണ്ട്. ശബരിമലയിലെ യുവതീ പ്രവേശനം വന്നപ്പോൾ ഒരു ചോദ്യം ഉയർന്നു. മുസ്ലിം യുവതികളെയും മുസ്ലിം സ്ത്രീകളെയും പള്ളിയിൽ കയറ്റുമെന്ന്. കയറ്റും പള്ളിയിൽ കയറ്റും. പള്ളിയിൽ കയറാനുള്ള അവകാശമുണ്ട് അവർക്ക്. പക്ഷെ അവിടെ നിന്ന് ഞാൻ പച്ചയ്ക്ക് പറയാം, ജാക്കി വയ്ക്കാൻ അനുവദിക്കില്ല. ഗുരുവായൂർ MT പത്മ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ അവർ ജാക്കി വെച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അവിടെ 2 ക്യൂ അടുത്ത് നിന്ന് അപ്പം തന്നെ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് വികാരം മൂർച്ച. ഇപ്പോൾ അവിടെ 2 ക്യൂ ആണ് അവിടെ. പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. അതെന്താ അങ്ങനെ? തിരുപ്പതിയിൽ പോയി നോക്ക്, പഴനിയിൽ പോയി നോക്ക്, മൂകാംബിയിൽ പോയി നോക്ക്, 2 ക്യൂ ആണ്. കാരണം എന്താ? അടി ജാക്കി വീഴും. അതന്നെ കേസ്. മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവിടെ വെച്ചിങ്ങനെ തൊട്ടുവരുമാനും ഇഴുകിച്ചേരാനും അവരനുവദിക്കില്ല. അവിടെ ഹൈലി കണ്ടംപ്ലേഷനാണ് വേണ്ടത്. അതിലൊരു സുന്ദരിയായിട്ട് പെണ്ണ് വരുന്ന സമയത്ത് അങ്ങോട്ട് നോക്കിയിട്ട് ഒരു പ്രാർത്ഥന നടക്കൂ. അതുകൊണ്ട് അവർക്ക് വേറെ ഇടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പള്ളിയിൽ വേറെ ഇടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിക്കാം. വീട്ടിലും പ്രാർത്ഥിക്കാമല്ലോ. എവിടെ പ്രാർത്ഥിക്കുന്നുവോ അവിടെയാണ് പള്ളി. അതുകൊണ്ടാണ് മരുഭൂമിയിൽ നല്ല വേനൽക്കാലത്ത് പോലും ഞാൻ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന സമയത്ത്, അതുപോലെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് കാറിൽ പോകുന്ന സമയത്ത് പലയിടത്തും കണ്ടിട്ടുണ്ട്. കാറ് നിർത്തിയിട്ട് പല ആൾക്കാരും അവിടെ മരുഭൂമിയിലേക്ക് ഇറങ്ങി, അതും കൊടും വേനൽക്കാണ്, അവിടെ നിന്ന് സമയമാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന ഇടമാണ് പള്ളി. പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ അള്ളാഹു ആണെന്നില്ല. അവിടെ അള്ളാഹുവിൻ്റെ പ്രതിഷ്ഠയുമില്ല. അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ എല്ലായിടത്തും ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും അനാവശ്യ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറില്ല. അത്ര മാത്രമേ ഉള്ളൂ. നല്ല കാര്യമാണത്. അതുകൊണ്ടാണ് ഗുരുവായൂരെ ഒരു ക്യൂവും കൂടെ വെച്ചിട്ടുണ്ട്. തിരുപ്പതിയിലാകും, മൂകാംബിയിലാണെങ്കിലും പഴനിയിലാണെങ്കിലും എല്ലായിടത്തും അതങ്ങനെ വെക്കാനുള്ള കാരണം അതാണ്. ലീഗിൻ്റെ പെൺപടയുണ്ടാക്കിയത് അവിടെ ഇസ്ലാമിൻ്റെ പ്രചരണം, അതിനൊരു വകുപ്പുണ്ട്. അവിടെ മക്കല്ലുകാരുണ്ട്, അവിടുത്തെ ആചാര്യന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഇമാം, ഖത്തീബ്, അവരൊക്കെയുണ്ട്. അത് അവർ ചെയ്യും. രാജനൈതികമായിട്ടുള്ള കാര്യങ്ങളുടെ ശക്തി പ്രാപിക്കാൻ അതിന് മുസ്ലിം ലീഗ് വേറെയുണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് ഇടപെടാറില്ല. ഇതിപ്പോൾ സാമൂഹ്യ സേവനത്തെ ലക്ഷ്യപ്പെടുത്തിയിട്ടാണ് പെൺപടയുണ്ടാക്കിയിട്ടുള്ളത്. അത് വലിയൊരു കാര്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മിണി വലിയ കാര്യം, ഒരു സംശയവുമില്ല. അവർ ആ പെൺപട, ആ സുവർണകുമാരികൾ അവരഭിനന്ദനം അർഹിക്കുന്നു. അവർക്ക് ആശംസകൾ നേരുന്നു. നമസ്കാരം.